അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സയ്യിദ് ഇബ്നു ജോർജ്. പലരും എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇസ്ലാം കണ്ടത്, എങ്ങനെയാണ് അതിനുള്ള സാഹചര്യം എന്ന് വിശദീകരിക്കാമെന്ന്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ജനിച്ചത്. എന്റെ മാതാപിതാക്കൾ ടീച്ചേഴ്സാണ്. മദർ മരിച്ചുപോയി, ഫാദറുണ്ട്. എനിക്ക് 2 അനിയന്മാരുണ്ട്. എന്റെ അനിയന്മാർ ട്വിൻസാണ്. അവർ ജനിച്ചപ്പോൾ എന്റെ മാതാപിതാക്കൾ എന്നെ മമ്മിയുടെ വീടായ കോട്ടയത്ത് തന്നെ പഠിക്കാൻ വിട്ടു. 3ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. അപ്പോ അവിടെ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തിരുന്ന് രാത്രിയിൽ മടിയിലിരുന്ന്, വീടിന് പുറത്ത് മുറ്റത്ത് മടിയിലിരുന്ന് അങ്ങനെ ഓരോ വർത്താനം പറയുമ്പോൾ എന്തോ ആകാശം എന്തോ ഒരു വെളിച്ചം പോകുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പച്ച എന്താണിത് എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, അത് യേശുവിന്റെ മാലാഖമാരാണ്, അവർ യേശു അപ്പച്ചന് വേണ്ടി ഓരോ പണികൾ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ കാലത്ത് എനിക്ക് ഇങ്ങനെ ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടു. ഞാൻ അന്ന് ഇതൊക്കെ കേട്ടതിന് ശേഷം എന്തോ സ്വപ്നങ്ങളൊക്കെ കണ്ടുവരുന്നത്. എനിക്കത് മനസ്സിലാവണില്ല, എന്താ സ്വപ്നം എന്നൊന്നും മനസ്സിലാവും. പക്ഷെ ഞാൻ പേടിക്കും, ആ സ്വപ്നം കാണുമ്പോൾ ഞാൻ പേടിക്കും. അപ്പൊ അത് കഴിഞ്ഞ് 3ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേരെ എറണാകുളത്തെ വീട്ടിൽ വന്നു. സ്കൂളിങ് കഴിഞ്ഞ് കോതമംഗലം മാർത്തനേഷ്യസ് കോളേജിൽ പ്രീ ഡിഗ്രി ചേർന്നു. ആ കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ ഈ റസൂലേ നിൻകനിവാലെ എന്നുള്ളൊരു റസൂലെ സിനിമ പാട്ടുണ്ട്, അത് ഞാൻ കേട്ടു. അപ്പോൾ എനിക്കെന്തോ തോന്നി, ഈ പാട്ടിലുള്ള ആ വ്യക്തി എന്തോ നല്ല വ്യക്തിയാണ്, സത്യസന്ധനാണെന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായി. പക്ഷെ ആരാണ് മുഹമ്മദ് നബി, ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് മുസ്ലിം ഫ്രണ്ട്സും ഇല്ലായിരുന്നു. അത് നമ്മുടെ അവിടെ ക്രിസ്ത്യൻ ഏരിയയാണ്, എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ചോദിക്കാമെന്നും ശരിക്കും ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചില്ല ശരിക്കും. എന്നിട്ട് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ബാംഗ്ലൂർ പഠിക്കാൻ വന്നു. ബാംഗ്ലൂർ പഠിക്കാൻ വന്ന ഫൈനൽ ഇയർ ഈ സ്വപ്നം പിന്നെയും ഞാൻ കണ്ടു. ഈ സ്വപ്നം സൂറ വാഖിയ, ഗ്ലോറിയസ് ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ കണ്ട സ്വപ്നം, ഞാനിങ്ങനെ ഒരു നിസ്സഹായനായി നിൽക്കുന്നു, ഭൂമിയിലുള്ള എല്ലാം നശിക്കുന്നു, മരങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു, പശുക്കളൊക്കെ പറന്നു പോകുന്നു, എല്ലാം നശിച്ചിങ്ങനെ പൊടിയായി എല്ലാം ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ എല്ലാം പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഖുർആനിൽ ആ സൂറത്തിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഇത് ഞാൻ പിന്നീടാണ് കാണുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഞാൻ കണ്ടൊരു സ്വപ്നം ഈ ആയത്തമായ രീതിയിൽ കണ്ടത്. പക്ഷെ അതിന് എന്താ പറയാ, എനിക്ക് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് ആ സ്വപ്നത്തെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ കണ്ട സ്വപ്നത്തെ കുറിച്ച്. ഈ സ്വപ്നം കണ്ടതിന് ശേഷം എനിക്ക് തോന്നി എന്റെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്, എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാൻ ചിലപ്പോൾ ഞാൻ ജീവിതത്തിൽ നിന്ന് ഞാൻ തന്നെ ക്രിസ്ത്യാനി ആയിരുന്നെങ്കിലും പേരിന് ക്രിസ്ത്യാനിയാണ്. പക്ഷെ ഞായറാഴ്ചയൊക്കെ പള്ളി പോവും, അങ്ങനെയുള്ള, അല്ലാതെ ആ ബൈബിള് അങ്ങ് ആത്മാർത്ഥമായിട്ട് ഞാൻ വായിച്ചില്ല. ബൈബിളിന്റെ ഡെപ്തിലോട്ട് ഞാൻ അങ്ങ് പോയി വായിച്ചില്ല. ഈ ഒരു സംഭവത്തോടുകൂടി, ഈ ഒരു സ്വപ്നത്തോടുകൂടി ഞാൻ ബൈബിൾ ആദ്യമായിട്ട് ഞാൻ അർത്ഥമറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് വായിക്കാൻ ശ്രമിച്ചു. വായിക്കാൻ ശ്രമിക്കുമ്പോഴും പുതിയ നിയമത്തില് എനിക്ക് യേശുവിനെ ദൈവമായിട്ട് കാണാൻ ഒരു തെളിവും കാണുന്നില്ല. എനിക്ക് പുതിയ നിയമം വായിക്കുമ്പോൾ എനിക്ക് ആപടി കൺഫ്യൂഷനാണ്. പുതിയ നിയമം വായിക്കുമ്പോൾ യേശു യഹോവയോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ നിയമം വായിക്കുമ്പോൾ യേശുവിന്റെ കാര്യങ്ങൾ മറ്റാരോ എഴുതിയതുപോലെ തോന്നുന്നു. അപ്പൊ എന്റെ ഉള്ളിൽ വന്ന യേശുവിന്റെ സുവിശേഷം എവിടെ? യേശു അങ്ങനെ ഭൂമിയിൽ ഒരു ദൗത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷം ഉണ്ടാവണല്ലോ. മത്തായിയുടെ സുവിശേഷം, മർക്കോന്റെ സുവിശേഷം അല്ല ഉണ്ടത്. യേശുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞായിരിക്കണം പുതിയ നിയമം ഉണ്ടാവുക. അത് കണ്ടില്ല. പിന്നെ ഞാൻ നോക്കുമ്പോ യേശുവിന്റെ അമ്മയോ യേശുവിന്റെ ശിഷ്യന്മാരോ ഒന്നും, യേശുവിന്റെ അമ്മയോ യേശുവിന്റെ ശിഷ്യന്മാരോ ഒന്നും യേശുവിനെ ആരാധിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ എന്റെ ഉള്ളിൽ ചോദ്യം വന്നു, എന്തുകൊണ്ടാണ് ഇന്നത്തെ ആൾക്കാർ യേശുവിനെ ആരാധിക്കുന്നത്? യഹോവയായ ദൈവത്തെ മറക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. അപ്പോൾ ഞാൻ പഴയ നിയമം വായിക്കാൻ തുടങ്ങി. പഴയ നിയമം വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ സംതൃപ്തി ഉണ്ടായി.
അതിലെനിക്ക് ദൈവം ഉണ്ടെന്നൊരു തോന്നലുണ്ടായി പഴയ നിയമത്തിൽ. അവിടെ ദൈവപുത്രനോ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്, ദ ഫാദർ, ദ സൺ, ഹോളി സ്പിരിറ്റ്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ ഇല്ല. അവിടെ ഏകദൈവ വിശ്വാസം മാത്രമാണുള്ളത്. അപ്പൊ ഞാൻ യാക്കോബായ സമുദായത്തിൽ ജനിച്ചതെങ്കിലും ഞാൻ കത്തോലിക്ക പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പക്ഷെ അവിടുത്തെ ഉള്ള യേശുവിന്റെ പ്രതിമകളെ കണ്ടപ്പോൾ എനിക്ക് അതിലും വിഷമം തോന്നി. കാരണം ഇത്രയധികം പ്രതിമകൾ, ഇത്രയധികം പുണ്യാളന്മാര്, ഇത്രയധികം കന്യാസ്ത്രീയുടെ പെരുമ, മറ്റുള്ളവരുടെ പ്രതിമകള്, ഒത്തിരി പുണ്യാളന്മാരുടെ പ്രതിമകളും പേരുകളും ഒക്കെ ആ പാടെ ഒരു കൺഫ്യൂഷൻ, ടോട്ടൽ കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ക്രിസ്തുമതം ആയിരിക്കും എന്നെ ഈ ഇതിലേക്ക് നയിച്ചതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി. ഞാൻ അച്ഛനോട് അവിടുത്തെ കാത്തലിക് പള്ളിയിൽ പോയി അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അച്ഛൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ക്രിസ്തുമതം മനസ്സിലാകാത്തതുകൊണ്ടാണ്. യേശു ദൈവപുത്രൻ തന്നെയാണ്, അതിൽ സംശയമില്ല. ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കാര്യമല്ല, നിനക്ക് എന്തെങ്കിലും സംശയം എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, യേശു ദൈവപുത്രനാണെങ്കിൽ എന്തുകൊണ്ട് യേശു ഇത്ര വളരെ ലേറ്റായിട്ട് വന്നു? അപ്പൊ അതിന് അച്ഛൻ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചു, യേശു ദൈവം മനുഷ്യനെ അവതരിച്ചെങ്കിൽ പിന്നെ ഹിന്ദുമതമായിട്ട് എന്താണ് വ്യത്യാസം? അവിടെ രാമനും കൃഷ്ണനും ഒക്കെ അവർ പറയണം മനുഷ്യര് ദൈവം മനുഷ്യനെ എന്നല്ലേ പറയണത്. അതിനും അച്ഛൻ ഉത്തരം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോടൊരു, നമ്മുടെ അടുത്ത വീട്ടില്, ഞാൻ താമസിക്കുന്ന അടുത്തൊരു വീട്ടിലൊരു മുസ്ലിം ഉണ്ടായിരുന്നു. അയാൾ എന്നോട് അങ്ങനെ അവരോട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു. സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഈസാ നബി തന്നെയാണ് നിങ്ങളുടെ യേശു, നിങ്ങളുടെ ഈസാ നബി ഖുറാനിലുണ്ട്, ഈ മക്കത്തെ പള്ളി പണിത് എബ്രഹാം പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതെനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നി. ഞാൻ വിചാരിച്ച മുസ്ലിങ്ങളുടെ ദൈവം ചന്ദ്രനാണ്. കാരണം എല്ലാ പള്ളിയുടെ മുകളിൽ ചന്ദ്രനെ കാണും, ചന്ദ്രക്കലയും പിന്നെ ഈ പെരുന്നാളും എല്ലായിടത്തും നോക്കിയാലും മുസ്ലിങ്ങളുടെ അടയാളം ചന്ദ്രനും പച്ചക്കളറുമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഏതൊരു മതമാണ്, ഇത് ഇവര് അതൊന്നും നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ക്രിസ്ത്യാനിറ്റി തന്നെയാണ് വലിയെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്നത്. ഇത് കേട്ടതോടെ എനിക്ക് ആപടെ ആകാംക്ഷയായി. എന്താണ് ഈ ഈസാ നബി, എന്താണ് എബ്രഹാം പ്രവാചകൻ എന്നൊക്കെ. അപ്പൊ അവന് കൂടുതൽ അറിയില്ല. അവൻ എഞ്ചിനീയർ ആണെങ്കിലും അവന് ഈ മതപരമായിട്ടൊരു അറിവില്ല. അപ്പൊ അവനോട് ചോദിച്ചു, ഖുറാൻ എങ്ങനെ വന്ന? ഖുറാനോ? അതുള്ള ബുക്കായിട്ട് ഇങ്ങനെ ഇറക്കി തന്നാ. ഞാൻ അങ്ങനെ ബുക്കായിട്ട് വരുമോ? അതൊന്നും എനിക്കറിയില്ല. ഉള്ള ബുക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്താന്ന് പറഞ്ഞു. അത് നമുക്കറിയാം. 23 വർഷം കൊണ്ട് ഗബ്രിയേൽ മാലാഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഈ ഖുറാൻ. വഹിയായിട്ട് വന്നതാണ്. അത് പിന്നീട് ക്രോഡീകരിച്ച് ബുക്കാക്കിയതാണ് നമുക്കിന്നറിയാം. പക്ഷെ ആ സഹോദരൻ അത് പറയാനുള്ള, എനിക്ക് പറഞ്ഞു മനസ്സിലാകാനുള്ള കഴിവില്ലായിരുന്നു. അത് അറിവില്ലായ്മ എന്താണെന്ന് അറിയില്ല. അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, അദ്ദേഹത്തിന് പരലോകം സുരക്ഷിതമാക്കട്ടെ അല്ലാഹ്. കാരണം വെച്ചാൽ ഒരു വാക്ക് മതി നമ്മളൊരു മനുഷ്യന് ചിലപ്പോൾ സത്യവിശ്വാസം കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പലരും ഇന്നത്തെ കാലത്ത് ഒരു അമുസ്ലിമിനോട് ഇസ്ലാം പറയാൻ മടിക്കുന്നു. ഞാൻ ദാവ പ്രവർത്തനത്തിലുള്ളതാണ്. ബാംഗ്ലൂർ അമിറ്റി പീസ് ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റാണ് ഞാൻ. നമ്മുടെ അടുത്തൊരു സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞതാണ്, അവൻ 9 മാസം ഒരു ഖുറാന്റെ കോപ്പി കിട്ടാൻ വേണ്ടി കാത്തിരുന്നു എന്നാ പറഞ്ഞത്. അവൻ പുള്ളി ഇന്ന് ഇസ്ലാമെന്ന് സ്വീകരിച്ചു. അതുപോലെ എത്രയോ കഥകൾ, എത്ര ആൾക്കാർ നമ്മളിൽ നിന്ന് ഫ്രീ ഖുറാൻ, നമ്മൾ വീക്കെൻഡിൽ നമ്മൾ സ്ട്രീറ്റിൽ നിന്നിട്ട് ഫ്രീ ഖുറാൻ കൊടുക്കും. എത്രയോ ആളുകൾ നമ്മളോട് ഇത് പറയും, ഞാനൊക്കെ ഖുറാനൊക്കെ വർഷങ്ങളോളം ഞങ്ങൾ കാത്തിരുത്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല, ഇത് വളരെ സന്തോഷകരമാണെന്ന് പറഞ്ഞിട്ട് അവർ വളരെ സ്നേഹത്തോടെ ആ ബുക്ക് എടുത്ത് അവർ അവിടെ തന്നെ ഒന്ന് വായിക്കും. നമ്മൾ പിന്നെ ഒരു 15-20 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് അവരത് കൊണ്ടുപോകും. ഹിദായത്ത് അള്ളാഹുവിന്റെ കഴിയിലാണ്. നമുക്ക് ആൾക്കാരോട് പറയേണ്ട ജോലിയുള്ളൂ, ഫദക്കർ എന്ന മാന്തമുതക്കർ, ജസ്റ്റ് ഓർമ്മപ്പെടുത്തുക അവരെ. പക്ഷെ ആ സഹോദരൻ എന്നോട് ഇത്രമാത്രം പറഞ്ഞത് എന്നെ ഒരുപക്ഷെ ഇസ്ലാമിലോട്ട് നയിക്കാൻ ഇടയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അള്ളാഹുവിന് മാത്രമാണ് എല്ലാ നന്ദിയും. അള്ളാഹു വിചാരിച്ചില്ല എങ്കിൽ എനിക്ക് ഹിദായത്ത് കിട്ടില്ല. എല്ലാ നന്ദിയും എല്ലാ ഇതും അള്ളാഹുവിന് മാത്രം. അള്ളാഹുവിന്റെ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇസ്ലാമിൽ വന്നത്. അങ്ങനെ ആ സുഹൃത്തിന്റെ കൂടെ ഞാൻ പറഞ്ഞു, എന്നാ നീ എന്നെ പള്ളിയിൽ കൊണ്ടു. ഒരു ദിവസം ഒരു 9 മണിക്ക് പള്ളിയിൽ കൊണ്ടുപോയി രാത്രിയിൽ. അവൻ കാണിച്ചെന്ന് നിസ്കരിക്കുന്നത് എങ്ങനെയാന്നൊക്കെ.
ആ ആദ്യത്തെ സുജൂദിന് ശേഷം എന്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു വിളിയുണ്ട്, ഇതാണ് സത്യം, ഇതാണ് ഏകത. ആ പള്ളിയിൽ ഞാൻ ആ മുസ്ലിം പള്ളിയിൽ, ബാംഗ്ലൂർ നല്ലൊരു പള്ളിയാണ്, ആ പള്ളിയിൽ പ്രതിമയോ ഒന്നും കണ്ടില്ല ഞാൻ. വളരെ നീറ്റാണ്. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ, അവിടെ ഒരു ഖുറാനുണ്ട്, യൂസഫ് അലി എന്ന് പറഞ്ഞ, അന്ന് ഇന്റർനെറ്റ് ഇല്ല, ടി വി ഇല്ല, കേബിൾ ഇല്ല, ഒന്നുമില്ല എന്റെ അടുത്ത്. ആ പള്ളിയിൽ ഒരു ഖുറാനുണ്ട്, യൂസഫ് അലി എന്ന് പറഞ്ഞിട്ട്, സൗദി എന്നുള്ളൊരു ബുക്കാണ്. അവര് വലിയൊരു കട്ടിയുള്ളവർ, കുറെ ഹദീസൊക്കെ ഉണ്ട് അടിയിൽ, ഫുട് നോട്ട് ഹദീസൊക്കെ ഉണ്ട്. ഞാനത് വായിക്കാൻ തുടങ്ങി. ഇത് വായിക്കാൻ തുടങ്ങുമ്പോ എന്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കാരണം എന്താണ്, ആ ബുക്കിൽ കൃത്യമായിട്ടാണ് പറയുന്നത്. എന്റെ സംശയങ്ങൾക്ക് മുഴുവൻ അതിൽ ഉത്തരമാണ്. എന്റെ മുഴുവൻ സംശയങ്ങൾക്കും ആ ബുക്കിൽ ഉത്തരമാണ്. എന്റെ ഹൃദയത്തിൽ ഞാൻ കാണാൻ, ദൈവത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച മുഴുവൻ ഉത്തരങ്ങളും അതിലുണ്ട്. ഏകനായ സൃഷ്ടാവ്, മനുഷ്യ ഹയ്യുനാസ്, ഓ മനുഷ്യ സമൂഹമേ എന്നാണ് ബുക്ക് പറയുന്നത്. അല്ലാതെ മുസ്ലിങ്ങളെ എന്നല്ല അവിടെ പറയുന്ന ഖുറാനില്. യാ യുഹന്നാസ്, ഓ മനുഷ്യ സമൂഹമേ. അതുപോലെ നബി, യാ അയ്യുഹൻ നബി, നിങ്ങൾ നബിയെ പറയുക. യാ അയ്യുഹൽ നാസ്, യാ അഹ്ല കിതാബ്, യാ ബനു ഇസ്രായേൽ, യാ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം. എന്ത് ക്ലിയർ ആണ് ആ ബുക്ക്. ഞാൻ എന്റെ ഓരോ താളുകളിൽ ഞാൻ കൊതിച്ചുപോയി, അടുത്ത് എന്താണ് പറയുന്നത്. ഞാൻ അത്ര ഓരോ കാര്യങ്ങളും ഞാനുണ്ടല്ലോ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ, അത് എന്താണ് പറയുന്നത് മെയിൻ പോയിന്റ്സ് അപ്പൊ തന്നെ നോക്കി ചാപ്റ്റർ വായിച്ചാണ് പോയി. എന്നിട്ട് വായിക്കാൻ കൊതി തീർന്നിട്ടില്ല. ഓരോ ദിവസം ഞാൻ അസറിനും മഗ്‌രിബിനൊക്കെ നേരത്തെ അവരുടെ ആള് വരുന്നതിന് മുന്നേ ഇങ്ങനെ അവിടെ പോയിരുന്നു വായിക്കാറുണ്ട്. അത് പുറത്ത് അവിടെ പള്ളിക്ക് ലോക്കൊന്നുമില്ല, നമുക്ക് കയറി വായിക്കാവുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് മുസ്ലിം ഉള്ളപ്പോ പോകാൻ പേടിയാ. അവർക്കറിയാം ഞാൻ ക്രിസ്ത്യാനി എന്നുള്ള കാര്യമൊക്കെ. എനിക്ക് വേറെ സോഴ്സ് ഒന്നുമില്ല. എന്നിട്ട് ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിൽ നിന്നൊരു വിളി വന്നു, ഇതാണ് ഇസ്ലാം, ഇതാണ് സത്യ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ തീരുമാനിച്ചല്ല, അള്ളാഹ് എനിക്ക് ഹിദായത്ത് തന്നു. എന്റെ ഹൃദയം ഇസ്ലാം മതത്തിലേക്ക് തുറന്നു തന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും സമ്പന്നമായ നിമിഷം, എന്റെ ജീവിതത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ആ കണ്ണുനീരോടെ ഞാൻ പറഞ്ഞ ആ നിമിഷം, അതാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ട നിമിഷം എന്റെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ നിമിഷം, എന്റെ ജീവിതത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് മൊമെന്റ് എന്റെ ജീവിതത്തിലെ. കാരണം ഞാൻ അതുവരെ മനുഷ്യനായ ഒരു ദൈവത്തെ ആരാധിച്ച് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ എൻജോയ് ചെയ്തു. വെള്ളം, വായു, കണ്ണിനുള്ള കാഴ്ച, ശരീരത്തിലുള്ള ശക്തികളെല്ലാം ഞാൻ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ എൻജോയ് ചെയ്തിട്ട് മനുഷ്യനായ യേശുവിനെ ആരാധിച്ചു അത്രയും വർഷം. ആ നിമിഷം ഞാൻ എന്റെ സൃഷ്ടാവിനെ കണ്ടു. എന്റെ റബ്ബിന് എനിക്ക് നന്ദി പറയാൻ കിട്ടിയ ആ നിമിഷം, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും, ഇന്നും എനിക്ക് ആ നിമിഷമാണ് എനിക്ക് ഏറ്റവും ഉന്നതമായ നിമിഷം. കാരണം ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം എന്ന് വെച്ചാൽ നന്ദിയില്ലാത്തവനാകുക എന്നുള്ളതാണ്. ആ നന്ദിയില്ലാത്ത മനുഷ്യൻ ഏറ്റവും നീചനാണ്. ഏകനായ സൃഷ്ടാവിനെ അറിയാത്ത മനുഷ്യൻ നന്ദി കെട്ടവനാണ്. ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാത്തവൻ നീചനാണ്. ഞാൻ എന്റെ പോളിസി എന്റേതാണ് പറയണത്, എന്റെ ജീവിതം കൊണ്ട് പറയും. ഞാൻ ആരെ കുറ്റപ്പെടുത്തില്ല. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നിയത് ഇതാണ്. അങ്ങനെ ഞാൻ ഇസ്ലാമിന്റെ ഐ എൻറ്റർ ദ ഫോൾഡ് ഓഫ് ഇസ്ലാം. അള്ളാഹു മരണം വരെയും ഈ സത്യദീനിൽ ഉറച്ചു നിർത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കണമെന്ന് എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്നും ഒരിക്കലും
അള്ളാഹു തന്ന കാരുണ്യക്കൊന്നൊന്നും ഒരിക്കലും ഒരു മനുഷ്യന് നന്ദി പറയാൻ പറ്റില്ല. കാരണം അത്രയധികം കാരുണ്യമാണ് ഒരു മനുഷ്യ സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്ന് വിശ്വസിച്ച് ദൈവമില്ല എന്ന് വിശ്വസിച്ച് മരിച്ചു പോകുന്ന പരലോകത്ത് വളരെ ഉന്നത ഉണ്ടാവും. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു അന്തിമ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ആ മാർഗത്തിൽ മരിച്ചു പോവുകയാണ്. അതാണ് ഏറ്റവും സൗഭാഗ്യം. ഈ ഭൂമിയിലുള്ള കാറും പൈസയും എല്ലാം ആവശ്യമുണ്ട്. എല്ലാം ഹലാലായ രീതിയിൽ നമ്മൾ നേടണം. എല്ലാം ഹലാലായ പലിശ ഇടപാട് നടത്താതെ സത്യം തുറന്നു പറഞ്ഞ് സത്യസന്ധമായ രീതിയിലെല്ലാം നമ്മൾ ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ പോകണം. ഒരു ഇല്ല ഭൂമി ഉള്ള സുഹൃത്ത് എല്ലാം തന്നേക്കുന്നത് നമ്മൾ ഹലാലായ രീതിയിൽ എൻജോയ് ചെയ്യാനാണ്. പക്ഷെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവിടുകയും പരലോകം സുരക്ഷിതമാക്കുകയാണ് ചെയ്യണം. അള്ളാഹുവിന്റെ പക്ഷെ ഈ ലോകം ശാശ്വതമല്ല, പരലോക വിജയം മാത്രമാണ് ശാശ്വതം. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നത്തുൽ ഫിർദൗസിൽ തന്നെ ആക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ഞാൻ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.